കേരളത്തിലെ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അവയുടെ അപെക്സ് അതോറിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപെക്സ് ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലന്ന് രണ്ട് ബാങ്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നായിരുന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, മറ്റൊന്നായിരുന്നു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കോപ്പറേറ്റീവ്സിലെ എംപ്ലോയീസിനും അതിൻ്റെ ഡയറക്ടേഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്ന അപെക്സ് ലെവലിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരള, അതായത് ACSTI, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1992-ലാണ്. 1992 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് conducted training programs and workshop for personnel and directors of entire short-term credit structure. എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ട്രെയിനിങ് നൽകാൻ വേണ്ടി രൂപം കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇവയ്ക്കൊക്കെ ഇവിടെ ഉള്ള എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത. 1992 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ACSTI, ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വർക്ക്ഷോപ്പ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ എംപ്ലോയീസ്, ഡയറക്ടേഴ്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ എംപ്ലോയീസ്, ഡയറക്ടേഴ്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിലെ ഡയറക്ടേഴ്സ്, എംപ്ലോയീസ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ്, ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും വർക്ക്ഷോപ്പുമാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇവർ ഏതൊക്കെ ഏരിയയിലുള്ള ട്രെയിനിങ് ആണ് നൽകുന്നതെന്ന് നോക്കാം. സ്ഥിതി ചെയ്യുന്നത് മാൻവിളയിലാണ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സൂപ്പർവിഷനിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. അത് എക്സ്റ്റെൻഡിങ് ദി ക്വാളിറ്റി ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി, എക്സ്റ്റെൻഡ് ദി ക്വാളിറ്റി ഓഫ് കോപ്പറേറ്റീവ് ഗവേണൻസ്, ഈ കോപ്പറേറ്റീവിന്റെ ക്വാളിറ്റി ഗവേണൻസ് എന്ത് ചെയ്യാറ് ഉറപ്പുവരുത്താൻ വേണ്ടിയൊക്കെയാണ് എന്ത് ചെയ്തത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ട്രെയിനിങ് പ്രോഗ്രാംസ് വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്യുന്നത് അത് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ്, പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഇവിടെയൊക്കെ എംപ്ലോയീസിന് വേണ്ടിയാണ്. ഇതിന്റെ ടു സ്റ്റേ in touch with the field of realities and provide solution to operational problems faced by the client through training. ഇതിലെ അക്കാദമിക് ആക്ടിവിറ്റീസ് മിക്കവാറും ഷോർട്ട് ആൻഡ് നാച്ചർ ആണ്. എംപ്ലോയീസിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവയുടെ അക്കാദമിക് ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ. The programs under the direct supervision of the standing committee of the institution. ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കും, അതിന്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ് എല്ലാ കാര്യം നടത്തുന്നത്. The committee involves president, chairman, representative from National Cooperative Development Corporation, NABARD, ഇവരൊക്കെ റെപ്രസെന്റേറ്റീവ്സും പ്രസിഡന്റും ചെയർമാൻ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. The registrar is assigned a special invitee of the committee. കമ്മിറ്റിയുടെ സ്പെഷ്യൽ ഇൻവൈറ്റിയാണ് രജിസ്ട്രാർ. The programs are scheduled calendar activities. Primary agricultural credit societies given opportunity in advance for making nomination for participation.
നോമിനേഷനുള്ള അവസരമുണ്ട്. ദെൻ ഓൾ ദി പ്രോഗ്രാംസ് ആർ റെസിഡൻഷ്യൽ ഇൻ ക്യാരക്ടർ. എല്ലാ പ്രോഗ്രാംസും റെസിഡൻഷ്യൽ ആണ്. ഇറ്റ് വിൽ ക്രിയേറ്റ് സൗണ്ട് ബേസ് ഫോർ HRD ഇൻ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ കേരള ഫോർ അച്ചീവിംഗ് ദി എയിം ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി HRDക്ക് നല്ല സൗണ്ട് ബേസ് ഉറപ്പുവരുത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒന്നാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഭാഗം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പഠിക്കും. 2010 ഇതിന് IICTയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതാണ് അഗ്രികൾച്ചർ. ഇതിന്റെ പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്? ട്രെയിനിങ് പ്രോഗ്രാംസ് STI encompasses areas its core competencies such as organization development, finance management, development action plan, financing farm and non-farm sector, microfinance, project finance, human resource development. ഈ ഏരിയയിലൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഏരിയയിലൊക്കെ ബന്ധപ്പെട്ടുള്ള സെഷൻസ് ആണ് ഈ SCSTക്ക് ഉണ്ടാവുക, SCSTIക്ക്. അപ്പോൾ കോർ കോമ്പിറ്റൻസീസ് സച്ച് ആസ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ, ഫിനാൻസിങ് ഫാം നോൺ ഫാം സെക്ടർ, മൈക്രോ ഫിനാൻസ്, പ്രൊജക്ട് ഫിനാൻസ്, HRD എന്നിവയാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്ന. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, HRD എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇവയാണ് പ്രധാനമായിട്ട് ഇവർ നടത്തുന്ന പ്രോഗ്രാംസ്. ഇതുമായി ബന്ധപ്പെട്ട സെഷൻസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ്, ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാന്, ഫിനാൻസിങ് ഫാം ആൻഡ് നോൺ ഫാം സെക്ടർ, മൈക്രോ ഫിനാൻസ്, പ്രൊജക്ട് ഫിനാൻസ്, HRD ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. ഹൗസിംഗ് സൊസൈറ്റിയുടെ അപെക്സ് സൊസൈറ്റി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ഫെഡറേഷൻ. എന്താ ഹൗസിംഗ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ, എന്താണ് ഹൗസിംഗ് സൊസൈറ്റികളുടെ പ്രത്യേകത? കോപ്പറേറ്റീവ് സൊസൈറ്റികളെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്, നോൺ അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്, അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്, നോൺ അഗ്രികൾച്ചറൽ സൊസൈറ്റീസ്, നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഈ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വരുന്നതാണ് പ്രൈമറി കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്സ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, ഇവയൊക്കെ തന്നെ. അതിൽ ഹൗസിംഗ് സൊസൈറ്റിയുടെ അപെക്സ് സൊസൈറ്റിയാണ് ഹൗസ് ഫെഡ്. ഹൗസിംഗ് സൊസൈറ്റി തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹൗസിംഗ് സൊസൈറ്റീസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ്, ടെനൻസി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്,
cooperative township, cooperative house mortgage banks, and different types of societies and housing societies. എന്താണ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഹൗസിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞ കർഷകരുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് കർഷകരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, പ്രൈമറി അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത്? അത് ഉയർന്ന സ്ഥലത്തിനൊക്കെയുള്ള ഉയർന്ന വില വർധനവ്, ഉയർന്ന വാടക അല്ലെങ്കിൽ ഉയർന്ന വില, സ്ഥലത്തിനൊക്കെ ഉയർന്ന വില കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, സാധാരണക്കാരന് താങ്ങാവുന്നതിനപ്പുറം ആകുമ്പോഴാണ് ഹൗസിംഗ് സൊസൈറ്റി പോലുള്ള സൊസൈറ്റീസ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അത് പോപ്പുലേഷൻ്റെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നീഡ് എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ കൈവശമുള്ള ഭൂമി എന്ത് ചെയ്യുന്നു, വില വർദ്ധിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഈ വില വർധനവ് അതുപോലെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഹൗസിംഗ് സൊസൈറ്റി കൊണ്ട് സാധിക്കുന്നു. വില വർധനവുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ആണ് ഒരു ഹൗസിംഗ് സൊസൈറ്റി അവരെന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. കോപ്പറേറ്റീവ് ഹൗസിംഗ് ഒരു സബ്ജക്റ്റ്, ഒരു മാറ്ററായി വരുന്നത്, ഒരു വിഷയമായി വരുന്നത് കോപ്പറേറ്റീവ് സാധാരണ ഹൗസിംഗ് വേണ്ടി വരുന്ന വലിയ ചെലവ് അല്ലെങ്കിൽ അതിനുള്ള വായ്പ ലഭ്യമാകാനുള്ള തടസ്സം, ഇതൊക്കെയും ഹൗസിംഗ് സൊസൈറ്റി വഴി എന്ത് ചെയ്യുന്നു, പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷന്റെ പ്രത്യേകത? ദി സ്റ്റേറ്റ് ലെവൽ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണ്. ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. 1969 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണിത്. കേരള സ്റ്റേറ്റ് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റേറ്റ് ലെവലിലുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, അതായത് ഹൗസ് ഫെഡ് എന്നുള്ളത്. ഇറ്റ് വാസ് രജിസ്റ്റേർഡ് അണ്ടർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. 1969 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹൗസ് ഫെഡ്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഹൗസ് ഫെഡ് എന്ന് വിളിക്കുന്നുണ്ട്, ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നതാണ് ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ. ഈ ഫെഡറേഷന് ഹൗസ് ഫെഡ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ഫോർമലി ദ നെയിം വാസ്, ഇതിന്റെ പഴയ നെയിം എന്ന് കേരള അപെക്സ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള അപെക്സ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ ആദ്യത്തെ പഴയ പേര്. In 1979 the name was changed as per the order of registrar. രജിസ്ട്രാറുടെ ഓർഡർ അനുസരിച്ച് ഇതിന്റെ നെയിം 1979 രജിസ്ട്രാറുടെ ഓർഡർ അനുസരിച്ച് ഇതിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, റീനെയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ പേര് ഇന്ന് കാണുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, അതായത് ഹൗസ് ഫെഡ് എന്നായി മാറിയത്. അറ്റ് പ്രസന്റ് 205 പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ആർ അറ്റ് എ ക്ലാസ് മെമ്പേഴ്സ്. ഇതിൽ എ ക്ലാസ് മെമ്പേഴ്സ് ആയിട്ട് 205 പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഇറ്റ് ഈസ് അഫിലിയേറ്റഡ് വിത്ത് നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ ന്യൂഡൽഹിയിലുള്ള നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഫിലിയേറ്റും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ ഈ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത. നമ്മൾ ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രെഡിറ്റ് സ്ട്രക്ചറിൽ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്നുള്ളത്. കേരളത്തിലെ ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നാഷണൽ ലെവലിലുള്ള കോപ്പറേറ്റീവിനെ കുറിച്ചും നമ്മളിപ്പോൾ പറഞ്ഞു. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഇന്ത്യ എന്നിട്ടുണ്ട്, അതിന് കീഴിൽ അഫിലിയേറ്റ് ചെയ്തതാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്നും നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണുള്ളത്? ടു മേക്ക് അവൈലബിൾ ഫണ്ട് ടു ഇറ്റ്സ് മെമ്പർ സൊസൈറ്റി. മെമ്പർ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുക,
ഫണ്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഹൗസ് ഫണ്ടിന്റെ ഉദ്ദേശം. എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ? ഒന്ന്, ടു മേക്ക് അവൈലബിൾ ഫണ്ട് ടു ഇറ്റ്സ് മെമ്പർ സൊസൈറ്റീസ്. 2, പ്രൊവൈഡ് ഹൗസിംഗ് ലോൺസ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാ, ഈ മേക്ക് ഫണ്ട് അവൈലബിൾ, എങ്ങനെയാ ഫണ്ട് അവൈലബിൾ ആക്കുന്നത്? പ്രൊവൈഡ് ഹൗസിംഗ് ലോൺ, ഹൗസിംഗ് ലോണുകൾ അനുവദിച്ചുകൊണ്ട്. എന്തിനു വേണ്ടി? ടു ഇൻഡിവിജ്വൽസിന് ഹൗസിംഗ് ലോൺ അനുവദിക്കുക. ഡയറക്റ്റ് ത്രൂ ദി അഫിലിയേറ്റഡ് സൊസൈറ്റീസ് ഫോർ മാക്സിമം പീരീഡ് ഓഫ് 15 years. 15 വർഷം വരെയുള്ള ദീർഘകാലത്തേക്കുള്ള ലോണ് ഇൻഡിവിജ്വൽസിന്, അതിനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഹൗസ് ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അവരുടെ സോഷ്യൽ, എക്കണോമിക്കൽ, എൻവയോൺമെന്റൽ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ് ആൻഡ് ലിവിങ് എന്ത് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ഷെൽട്ടർ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മെമ്പേഴ്സിന്റെ ഷെൽട്ടർ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് ദെർബൈ ഇംപ്രൂവ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ് ആൻഡ് ലിവിങ്. ഇത് സാധിക്കുമെന്നാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. ഹൗസിംഗ് ലോൺസ്, ഇൻഡിവിജ്വൽസ്, അഫിലിയേറ്റഡ് ഹൗസിംഗ് കോപ്പറേറ്റീവ്, മാക്സിമം പീരീഡ് ഓഫ് 15 years. Individual members should submit loan application to their primary housing society. ഈ ലോൺ ലഭിക്കാൻ വേണ്ടി പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയിലാണ് ആളുകൾ എന്ത് ചെയ്യേണ്ടത്? അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. The loan sanction release and prepayments are made. ആ റീപേയ്മെന്റ്സ് ഒക്കെ എന്താണ്? മെമ്പേഴ്സ് സൊസൈറ്റിയും തമ്മിൽ നടത്തേണ്ടതാണ്. ലോൺ സാങ്ഷൻ ചെയ്ത് നൽകേണ്ടത് സൊസൈറ്റിയാണ്. അത് റിലീസ് ചെയ്യേണ്ടതും റീപേയ്മെന്റ് ചെയ്യേണ്ടതൊക്കെ ആ മെമ്പർ സൊസൈറ്റി തമ്മിലുള്ള ഡീലിങ്സ് ആയിട്ടാണ്. സൊസൈറ്റി റെമിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആസ് പെർ ദി ഡിമാൻഡ് ഓഫ് ദി ഹൗസ് ഫണ്ടിന്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും. സോഴ്സസ് ഓഫ് ഫണ്ട്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഫണ്ട് ലഭ്യമാക്കുന്നത് മനസ്സിലാക്കുക. ബോറോയിങ്സ് ഫ്രം LIC എന്നുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നുള്ള ഫണ്ട് ഉണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൽ നിന്നുള്ള ഫണ്ട്, ഹഡ്കോ എന്നുള്ള ലോണ്, ദെൻ ഡിബഞ്ചേഴ്സിലൂടെ, കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ലഭ്യമാക്കുന്ന ലോണിലൂടെ, അങ്ങനെ വ്യത്യസ്ത ബോറോയിങ്സിലൂടെയും ഡിബഞ്ചേഴ്സിലൂടെയും ഷെയർ ക്യാപിറ്റലിലൂടെയാണ് ഇത് ഫണ്ട് കണ്ടെത്തുന്നത്. ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഫ്രം ഗവൺമെന്റ് ഓഫ് കേരള, ഷെയർ കളക്ഷൻ ഫ്രം മെമ്പർ സൊസൈറ്റീസ്, ഡെപ്പോസിറ്റ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഡെപ്പോസിറ്റ്, ഇങ്ങനെ വ്യത്യസ്ത ഫോമാണ് സോഴ്സ് ഓഫ് ഫണ്ടിന് ഹൗസിംഗ് ഫെഡറേഷൻ ഉള്ളത്. ഇത് മാനേജ്മെന്റ് എങ്ങനെ നോക്കാം? മാനേജ്മെന്റ് ജനറൽ ബോഡി ഈസ് സുപ്രീം അതോറിറ്റി. സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി കൺസിസ്റ്റ് ഓഫ് മെമ്പർ സൊസൈറ്റീസ് ആൻഡ് ഗവൺമെന്റ് നോമിനീസും മെമ്പർ സൊസൈറ്റീസും ചേർന്നതാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് ദി അഫയേഴ്സ് വെസ്റ്റ് ഇൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ആരുടെ കയ്യിലാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 1 representative ഫ്രം ഈച്ച് റവന്യൂ ഡിസ്ട്രിക്ട്. ഓരോ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്നും 1 representative ഉണ്ടാവും. പക്ഷെ 21 മെമ്പേഴ്സ് ആണ് മാക്സിമം വേണ്ടത്. 3 women representative, 1 scheduled caste member, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് ഒഫീഷ്യൽ നോമിനി, അല്ലെങ്കിൽ അത് തന്നെ ഒഫീഷ്യൽ നോമിനി നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ താഴെ പാടില്ല. സീനിയർ ഡിവിഷണൽ മാനേജർ ഓഫ് LIC, മാനേജിംഗ് ഡയറക്ടർ, ഇങ്ങനെ 21 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. 1 representative ഫ്രം ഈച്ച് റവന്യൂ ഡിസ്ട്രിക്ട് എന്നാണ്. അങ്ങനെ ടോട്ടൽ 14 plus 3 17 plus 1 18 plus 3 രജിസ്ട്രാർ, സീനിയർ ഡിവിഷണൽ മാനേജർ ആൻഡ് മാനേജ് ഡയറക്ടർ 21 മെമ്പേഴ്സ് ആണ് ഇതിലുണ്ടാവുക. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മാനേജിംഗ് ഡയറക്ടർ, 6 elected board of federation, 6 directors elected by board of federation, 6
ഡയറക്ടേഴ്സിനെ ആര് ബോർഡ് ഓഫ് ഫെഡറേഷൻ എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുക്കുന്ന 6 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. 6 ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടർ 9, അങ്ങനെ 9 ആളുകൾ. മാനേജിംഗ് ഡയറക്ടർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ 9 ആളുകളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഇത്രയാണ് കോപ്പറേറ്റീവ് അപെക്സ് ലെവൽ. ഇത്രയാണ് അപെക്സ് ലെവൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ മൂന്നാമതായിട്ട് പഠിക്കുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.